എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹസ്വാഗതം. നമുക്കിന്നൊരു പായസം ഉണ്ടാക്കി നോക്കാം. ഓണമൊക്കെയല്ലേ വരുന്നത്. ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള പായസമാണ്. ആദ്യമായിട്ട് നമുക്ക് 500 ഗ്രാം ചെറുപയർ പരിപ്പ് വറുത്തെടുക്കാം. 2 തേങ്ങ എടുക്കുന്നുണ്ട്. പച്ചത്തേങ്ങയാണ്. അധികം മൂത്ത തേങ്ങ ഉപയോഗിച്ച എണ്ണയുടെ ഒരു ചുവ വരും. അതുകൊണ്ടാണ് പച്ചത്തേങ്ങ ചിരവിയെടുക്കുക. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടി, ചൂടുവെള്ളം ഒഴിക്കണം. 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് 1-ാം പാലും 2-ാം പാലും വേറെ വേറെ പാത്രത്തിൽ പിഴിഞ്ഞെടുക്കാം. 2-ാം പാൽ പിഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് പിഴിഞ്ഞാൽ മതി. നമുക്ക് വറുത്തെടുത്ത പരിപ്പ് നമുക്ക് ആദ്യമേ കഴിയേണ്ട ആവശ്യമില്ല. വറുത്തതിന് ശേഷം കഴിയാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി കുക്കറിലേക്ക് പരിപ്പിട്ടിട്ട്, കഴിയ പരിപ്പിട്ടിട്ട് 1 കപ്പ് പരിപ്പിന് 3 കപ്പ് വെള്ളം വേണം. അത് നമ്മൾ 2-ാം പാലും ബാക്കി തികയാത്ത സാധാരണ വെള്ളം കൂടി ചേർക്കുക. നമുക്ക് കുറച്ച് ഏലക്കയും ചെറിയ ജീരകവും പൊടിച്ചെടുക്കാം കേട്ടോ. 2ഉം ഓരോ ടീസ്പൂൺ വീതം പൊടി വേണം. 1/2 കിലോ പരിപ്പിന് 600 ഗ്രാമാണ് നമ്മൾ വെല്ലം ഉപയോഗിക്കുന്നത്. വെല്ലം എന്ന് പറഞ്ഞാൽ ശർക്കര. ഇത് തിളപ്പിച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് തിളപ്പിക്കുക. 1 കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു ഉരുളി ചൂടാക്കിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് പാത്രത്തിൻ്റെ എല്ലായിടത്തും എത്തണം. അതിനുശേഷം വേവിച്ച് വെച്ച പരിപ്പെടുത്ത് ഉരുളിയിലോട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ശർക്കരപ്പാനി അരിച്ചൊഴിക്കണം. ചിലപ്പോൾ അതിൽ കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടാകും, പൊടിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അരിച്ചൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഏലക്ക പൊടിച്ചതും ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം വേണം 1-ാം പാൽ ചേർക്കാനുള്ളത്. അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 1-ാം പാൽ ചേർത്തതിന് ശേഷം തിളക്കാൻ പാടില്ല. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഇനി മറ്റൊരു പാത്രത്തിൽ ഒരു 2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കുക. അതിനുശേഷം കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് വറുത്തെടുക്കുക. നല്ലതുപോലെ വറുത്തെടുക്കുക. ആദ്യം തേങ്ങാക്കൊത്ത് ചേർത്ത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അണ്ടിപ്പരിപ്പ് ചേർക്കുക. 2ഉം നന്നായിട്ട് മൂത്തതിന് ശേഷം ഉണക്കമുന്തിരി ചേർക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിത് പായസത്തിലോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക, യോജിപ്പിച്ച് കൊടുക്കുക. ഒരു ചെറിയ ചൂടിൽ തന്നെ പായസം വിളമ്പി കഴിക്കാൻ ശ്രദ്ധിക്കുക. തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. താങ്ക് യു.